നമ്മുടെ എറണാകുളത്ത് നിന്ന് ജസ്റ്റ് ഒരു 2 hours ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ് ഇത്തവണത്തെ നമ്മുടെ യാത്ര എന്ന് പറയാം. വി ഹാവ് 2 ways ടു റീച്ച് ദെയർ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡാണ് കേട്ടോ. ഐ തിങ്ക് ഇങ്ങനെ ഒരു റോഡ് പലരും കണ്ടു കാണത്തില്ല. ഫസ്റ്റ് ടൈം ആയിരിക്കും പലരും ഈ ഒരു റോഡ് കാണുന്നത്. സോ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള വെഹിക്കിളാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി കുറച്ച് ത്രില്ലൊക്കെ കുറച്ച് അഡ്വഞ്ചറൊക്കെ ആസ്വദിച്ച് ഇതുവഴി എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഇനി അങ്ങനെ അല്ലാത്തവർക്കും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാം. ആ വഴിയാണ് ഞാൻ കാണിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ റോഡ്. ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഫുള്ള് കോട മൂടിക്കിടക്കുന്ന റോഡാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ കോടയും കാറ്റും വന്നുകൊണ്ടേയിരിക്കും. നമുക്കൊരു സ്കൈ വ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ പച്ച ബെഡ്ഷീറ്റിനകത്ത് ആരോ ഇങ്ങനെ കറുത്ത പെന്നുകൊണ്ട് വരച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ റോഡ് ഇരിക്കുന്നത് കേട്ടോ. യെസ്, അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നുള്ളത് നമ്മുടെ പഴയ പടക്കുതിര, നമ്മുടെ എത്തിയോസ് ലിവയാണ്. സോ അതും കൊണ്ട് നമ്മൾ ഇന്ന് ഈ വഴിക്കാണ് യാത്ര പോകുന്നത്. ബട്ട് മറ്റേ റോഡിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ റയാൻ. ഞാൻ ശ്രീയാൻ. ഇന്ന് നമ്മൾ നമ്മുടെ അപ്പന്മാരെയും കൊണ്ടൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ ഒരു കാറ്റും മഴയുള്ള സ്ഥലത്തോട്ടാ പോണേ. നല്ല മഞ്ഞും കോടയൊക്കെ കാണും. അത് കാരണം നമ്മൾ അങ്ങോട്ട് പോവാ. ജസ്റ്റ് വണ്ടി വെച്ച് കാണാം. ബൈ. സോ നമ്മുടെ ഇന്നത്തെ റൂട്ട് എന്ന് പറയുന്നത് നേരെ തൊടുപുഴ, മുട്ടം, കാഞ്ഞാറ്. ഈ വഴിയിലെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം വാട്ടർഫോൾസ് കാണിച്ചിട്ടോ. അതിന്റെ ഉയരം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. അത് കണ്ടിട്ട് എത്ര ഉയരം ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറയണം. യെസ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കാഞ്ഞാറ് പുള്ളിക്കാനം റോഡിലാണ്. ആ വഴിയാണ് നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ഫസ്റ്റ് സ്പോട്ടാണത് ഈ ഒരു വാട്ടർഫോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ആട്ടാറ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഇവിടെ അടുത്തടുത്ത് തന്നെ 2 വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. ഒന്നിൻ്റെ ഹൈറ്റ് ഇതേ കണ്ടല്ലോ, ഇമാതിരി ഹൈറ്റാണ്. ആകാശത്തുനിന്ന് ശരിക്കും പൊട്ടി വീഴുന്ന പോലെയാണ് ഈ വാട്ടർഫോൾസിൻ്റെ രൂപം. ഇനി നെക്സ്റ്റ് വൺ ചെറിയ ഒരു കുട്ടി വാട്ടർഫോൾസ് ഉണ്ട്. അതിലും നല്ല ഫ്ലോ ആണ് കേട്ടോ. അടുത്തൊക്കെ നിന്നാലും നമ്മളങ്ങ് ആക്ച്വലി നമ്മൾ പിള്ളേരെയൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു റൂട്ടാണ് കേട്ടോ ഇത്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനെ പൊട്ടി മുളയ്ക്കും. ഭയങ്കര രസമാണ് ഇതുവഴി പോകുന്നത്. ഈ മലകയറ്റത്തിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. നിങ്ങൾ എത്ര എണ്ണിയാലും തീരത്തില്ല. അമ്മാതിരി വാട്ടർഫോൾസ് ആണ് നിങ്ങൾക്ക് ഈ വഴി ഉടനീളം കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഇത് ഈ വഴിയിൽ ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ആ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ആസ് യൂഷ്വൽ നിങ്ങൾ എപ്പോൾ ഇതുവഴി പോയാലും ഇത് ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ നമ്മുടെ വണ്ടി കാണും. അവിടെ നിന്ന് ഇത് ഇങ്ങനെ ഒരു തണുത്ത ഐസ്ക്രീമും മേടിച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് ആ ബാക്ക് സൈഡിലോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ നിറയെ മേഘങ്ങളാണ്. കോടമഞ്ഞ് ഇങ്ങനെ പൊതഞ്ഞ് കിടക്കുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്കളെ, താഴെയുള്ള മേഘത്തിൽ നമുക്കൊരു റൂം എടുത്താലാ? മേഘത്തിൽ റൂം എടുക്കാനോ? നമുക്ക് ട്രൈ ചെയ്യാം. മേഘത്തിൽ നമുക്ക് റൂം എടുക്കാം. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ദേ ഇവിടെ ഇങ്ങനെ ഒരു ഐസ്ക്രീം കാറിനെ കാണാൻ പറ്റും. മൂലമറ്റം വ്യൂ പോയിന്റ് എന്നാണ് ഗൂഗിൾ മാപ്പിൽ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. സൂര്യനൊക്കെ ദേ അവിടെ എങ്ങനെ ലൈറ്റ് അടിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം ഭൂമിയിലേക്ക് ലൈറ്റ് പതിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് കോടമഞ്ഞ് വന്ന് കവർ ചെയ്തോളയാണ്. ഒരു ബ്യൂട്ടിഫുൾ വാലിയാണിത്. സോ ഇവിടെ നിർത്തി ദേ ഇങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് ഈ വാലിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കാഴ്ചയൊക്കെ ആസ്വദിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പം നീ പറഞ്ഞ കാര്യം നടക്കും. മേഘത്തിൽ ഒരു റൂം എടുക്കാൻ പറ്റും. ആ കെട്ടിടങ്ങളൊക്കെ മേഘത്തിൻ്റെ അകത്തായി. ഇപ്പം പോയാൽ അവിടെ റൂം എടുക്കാം മേഘത്തിൽ. അപ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ട് വീണ്ടും മല കയറി തുടങ്ങട്ടെ. ഇതിലൂടെ ഉള്ള ഒരു റൈഡ് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ മഴയും മഞ്ഞും ഒക്കെ ആസ്വദിച്ചും ഇത്രയും നല്ലൊരു റൈഡ് ചെയ്യുക എന്ന് പറയുന്നത് കൊതിയാവുമായിരിക്കും ഇത് കാണുമ്പോൾ അല്ലേ. മിക്കവാറും എനിക്ക് തോന്നുന്നു അടുത്ത വീക്കെൻഡ് ഇങ്ങോട്ടായിരിക്കും എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. ബൈക്ക് റൈഡിനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡുകളിൽ ഒന്നാണിത് കേട്ടോ. വർഷങ്ങൾക്കൊക്കെ മുന്നേ എൻ്റെ ഒരു സ്ഥിരം യാത്ര ചെയ്യുന്ന റോഡായിരുന്നു ഇത്. അന്ന് ഇത് അധികം ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. പിന്നെ പിൽക്കാലത്ത് നമ്മൾ എഴുതുകയും അതോടൊപ്പം തന്നെ വ്ളോഗ് ചെയ്യുകയും പിന്നെ ജോസഫ് അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിലൂടെയാണ് ഈ റോഡ് ഫേമസ് ആയെന്ന് പറയാം. അടുത്ത പുൽമേടുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാനിവിടെ നിർത്തിയാണ് കേട്ടോ. ഇതെൻ്റെ ഒരു എപ്പോഴത്തെയും ഫേവറേറ്റ് സ്പോട്ടാണ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇതിന് മുന്നേയും ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇവിടെ ഇങ്ങനെ മിസ്റ്റ് വന്ന് കവർ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഈ പുൽമേടുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ഇവിടുത്തെ ചുറ്റും മലകളൊക്കെ കാണാനായിട്ട്. ഒത്തിരി
ഒത്തിരി മനോഹരമായിട്ടുള്ള വഴിയോര കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണിത്. അതായത് വളരെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ, ഒപ്പം തന്നെ ആ തേയിലത്തോട്ടങ്ങളിൽ വർക്കേഴ്സിൻ്റെ കോട്ടേജ്, ലൈൻ കോട്ടേജ് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റും. ദെൻ മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ജീവിതത്തിനായിട്ട് തേയില നുള്ളാൻ പോകുന്ന ചേച്ചിമാരെ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ചാണ് നമ്മൾ ഈ മനോഹരമായിട്ടുള്ള റോഡ് ഇങ്ങനെ കടന്നു പോകുന്നതെന്ന് പറയാം. അങ്ങനെ നമ്മുടെ ആ റോഡിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. പുള്ളിക്കാനം എന്ന് പറയുന്ന സ്പോട്ടാണ്. പുള്ളിക്കാനം കഴിഞ്ഞ് അടുത്തൊരു ജംഗ്ഷനാണ് ചോറ്റുപാറ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ടേൺ ചെയ്യേണ്ടത്. ഇനി ഇവിടെ നിന്ന് ടേൺ ചെയ്ത് ഒരു 5-6 കിലോമീറ്റർ അടുത്ത തേയിലത്തോട്ടങ്ങളിലൂടെ കവർ ചെയ്ത്, ഗ്രാമങ്ങളിലൂടെ കവർ ചെയ്ത് വേണം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാനായിട്ട്. യെസ്, അറ്റ് ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ പ്രോപ്പർട്ടിയിലാണ്. യെസ്, അറ്റ് ലാസ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തി കേട്ടോ. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഫാമിലിയായിട്ട് വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാനിത് ഇതുവരെയും വ്ളോഗ് ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും വന്ന് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് കേട്ടോ. വന്നിങ്ങനെ അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ അലമ്പുണ്ടാക്കാൻ പറ്റുന്നൊരു സ്പേസ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലേറ്റായിട്ട് വ്ളോഗ് ചെയ്തത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ബാക്കിൽ ഒരു ഈവനിങ് ആയപ്പോൾ കേൾക്കുന്നൊരു സൗണ്ട് കേട്ടോ. ഫുള്ള് ചീവീടുകളുടെ സൗണ്ടും താഴെ ഒരു വലിയ സ്ട്രീമുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ടും ഒക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാം. ഡിന്നറിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഇതാണ് ഫീൽ എന്ന് പറയുന്നത്. ഫുള്ള് കോട എല്ലായിടത്തും ഇടിച്ച് കയറി നിൽക്കുക. എന്തായാലും നമുക്ക് തണുപ്പ് കൂടുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു അസുഖമുണ്ട്, എല്ലാവർക്കും വിശപ്പ് കൂടും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ചൂടായിട്ട് നല്ല ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ കാസറോളിനകത്ത് തന്നെ അലൂമിനിയം ഫോയിൽ വെച്ച് പൊതിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തണുത്തു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മഞ്ഞത്ത് ഈ വൈബിൽ നമ്മൾ നൈറ്റ് ഡിന്നർ അങ്ങോട്ട് കഴിക്കാൻ പോകട്ടെ. ഉള്ളി വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോയി ഒന്ന് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങണം കേട്ടോ. അതിൻ്റെ ഒരു സുഖം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അത്. യെസ്, അങ്ങനെ നമ്മൾ റൂമിലെത്തി കിടക്കാൻ പോവുകയാണ്. ഉള്ളിൽ ചെറിയൊരു തണുപ്പിന് കുറവുണ്ട്. കോടമഞ്ഞ് ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു രാത്രിയിലാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് കേട്ടോ. ആ ഒരു കോടമഞ്ഞിൻ്റെ കൂടാരത്തിനകത്ത് നമ്മളിത് സുഖിച്ച് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങാൻ പോവുക. ഗുഡ് മോർണിംഗ്, ശബരി വർക്കലയാണ്. രാവിലെ നമ്മളുള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഉളുപ്പുണിയിലാണ് കേട്ടോ. കൺ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് പ്രകൃതിയുടെ വശ്യ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വാ, എന്താ ഭംഗിയല്ലേ. അകുമ്പയിൽ മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ചിറാപ്പുഞ്ചിൽ മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, നമ്മുടെ ഇടുക്കിയിൽ മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതും നൂൽ മഴ. അതാണ് എൻ്റെ മുന്നിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇവരാരും നമ്മുടെ കേരളത്തിൽ മഴ പെയ്യുന്ന കാണാറില്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി ജില്ലയിൽ. ഇതാണ് ഇവിടുത്തെ മഴ എന്ന് പറയുന്നത്. ഇത് വെറും മഴയല്ല, നൂൽ മഴ. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നാൽ ഇതുപോലെ ഈ നൂൽമഴ പെയ്യുന്നത് കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. കുറച്ചുപേരൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത്, എന്തിനാ ചേട്ടാ ഇത്ര രാവിലെ എഴുന്നേറ്റത്, സുഖമായിട്ട് മൂടി പുതച്ച് കിടന്നുകൂടെ എന്നായിരിക്കും അല്ലേ. അങ്ങനെ കിടക്കുന്നത് ഒരു സുഖം. ആ കിടക്കുമ്പോൾ നമുക്ക് മിസ്സാവുന്നത് ഇത്രയും മനോഹരമായ കാഴ്ചകളുമാണ്. ഈ തേയില ചെടികളൊക്കെയാണല്ലോ നമ്മൾ ചായ ഇട്ട് കുടിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പൊ ഈ തേയില ചെടികൾ ഒരു ചായക്കായിട്ട് കൊതിക്കായിരിക്കും കേട്ടോ. അമ്മാതിരി തണുത്ത് വരച്ച് നിൽക്കുക. ഒരു കട്ടൻ ഇന്ന് ഭയങ്കര വൈറലാണ്. അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബും റീൽസും ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ മലയാള ഇൻഡസ്ട്രിയിൽ ഇത് ഭയങ്കര വൈറലാണെന്ന് പറയാം. നമ്മുടെ മമ്മൂക്ക ഇരുന്ന് കട്ടൻ കുടിക്കുന്ന ഒരു രീതി, അത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ട്രൈ ആണ് കേട്ടോ. പുള്ളി ഇരുന്ന് കുടിക്കുന്ന ഒരു സ്റ്റൈല് ഞാൻ കാണിച്ചു തരാം. മമ്മൂക്ക ബർക്കൻ സ്റ്റോക്സ് ചപ്പലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്രോക്സേ ഉള്ളൂ. അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഈ ഒരു സംഭവം കണ്ടുപിടിച്ച മമ്മൂക്കയ്ക്ക് ഒരു ബിഗ് താങ്ക്സ്. കാരണം നമുക്ക് ഏത് സിറ്റുവേഷനിലും ഒരു ടേബിളോ ഒരു ചെയറോ ഒന്നും ഇല്ലാതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ നമുക്ക് കട്ടൻ നമുക്ക് നിഷ്പ്രയാസം, അതായത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ കാല് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കുടിക്കാൻ പറ്റും കേട്ടോ. എന്തായാലും പുള്ളിയുടെ ഒരു കണ്ടുപിടുത്തം വേറെ ലെവൽ. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബട്ടൺ ഇഡ്ഡലിയാണ് കേട്ടോ, കുഞ്ഞ് ഇഡ്ഡലീസ്. എന്തായാലും അടിപൊളി.
ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ ഇവിടെ കിടുവാണ് കേട്ടോ. ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. അതിൻ്റെ ഷെഫിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. കുമാരം കൊണ്ട് നമ്മളൊന്ന് കുളിക്കാൻ പോവാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഈ പ്രോപ്പർട്ടി തന്നെ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ഉണ്ട്. സോ അതിനായിട്ട് നമ്മൾ പോവുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ വേറൊരു കോട്ടേജാണ് കേട്ടോ. ഇത് ഏലത്തോട്ടത്തിന് നടുക്കിരിക്കുന്ന കോട്ടേജാണ്. മറ്റേ നമ്മൾ കണ്ടത് തേയിലത്തോട്ടത്തിനകത്തിരിക്കുന്നതാണ്. ഇത് പക്ക ഏലത്തോട്ടമാണ്. ഇവിടെയും ഒരു ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ടയർ കൊണ്ടാണ് സ്റ്റെപ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ. സോ സിമ്പിൾ സാധനം. അത് ടയർ വെച്ചിട്ട് അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റെപ്പായേ. വാവ്, പോളി വയവെന്ന് പറഞ്ഞാൽ ഇത് കാട്ടിനകത്തുനിന്ന് ഒഴുകി വരുന്ന ഒരു കാട്ടുചോല. അതിലാണ് ഇതേ നമ്മൾ കുളിക്കാൻ പോകുന്നത്. നൈസ്. ഇത് കാണുമ്പോൾ തന്നെ എടുത്ത് ചാടാനാണ് തോന്നുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി ഒന്ന് കുളിക്കട്ടെ. നിങ്ങളിവിടെ കൊതിച്ചുകൊണ്ടിരിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. தமிழ் நண்பர்கள் இப்படி குளிக்க வேண்டாமா? இந்த மாதிரி காட்டுக்குள்ளே ஒரு ஹோம் ஸ்டே இருக்கு. இந்த பக்கத்திலே இந்த மாதிரி ஒரு ரிவர் இருக்கு. இங்க வந்தா தாராளமா குளிக்கலாம். இப்படி குளிக்கலாம். தமிழ் நண்பர்கள், இது வந்து பயங்கர ஒழுக்கு இருக்கா. நம்ம வந்து മുങ്ങി പോവേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നാച്ചുറൽ സ്റ്റീം എന്ന് പറയുന്നത്. നിങ്ങൾ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ സേഫ് ആയിട്ട് കുളിക്കുക എന്നുള്ളതാണ്. മലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഇത്തരം നാച്ചുറൽ സ്ട്രീമിൽ കുളിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബോഡി മൈൻഡും വരെ കൊണ്ട് കൂളാവും, ചില്ലായിപ്പോകും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാട്ടുചോലയിലേക്ക് കുളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പായി കേട്ടോ. വിശപ്പായപ്പോഴത്തേക്ക് ഇത് ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള ടൈമായി. ലഞ്ചിന് നമ്മളിവിടെ വന്നപ്പോൾ ശരിക്കും അതിശയിച്ചു എന്ന് വേണം പറയാൻ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പുളിശ്ശേരി ഉണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, തോരനുണ്ട്, ബീഫ് നല്ല ഉലർത്തിയതുണ്ട്, അതുപോലെ ചിക്കൻ പെരട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. കഴിച്ചു നോക്കിയിട്ടില്ല ഞാൻ, ഒന്നും പറയാനില്ല. പക്ഷെ മണം നല്ലതാ. മണം നല്ലതാ. സൂപ്പർ. നമ്മൾ ഓരോരുത്തർ വരുമ്പോൾ ഓരോ ടേസ്റ്റ് എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇവിടെ വരുമ്പോൾ ഈ ഒരു ടേസ്റ്റ് ഡിഫറൻ്റ് ആണ്. ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ഇവിടുത്തെ ക്ലൈമറ്റ് പോലെ തന്നെ അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡും കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറയാം. മറയൂരുകാർക്കെല്ലാം അറിയാവുന്ന ശരവണൻ എന്ന് പറയുന്ന ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് അല്ലെങ്കിൽ കുക്ക് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഭവങ്ങളെന്നൊക്കെ പറയുന്ന ഒരു രക്ഷയില്ല. ആ മസാലയൊക്കെ വേറൊരു സംഭവം കേട്ടോ, വേറെ ലെവൽ മസാല ചേട്ടാ. ഞങ്ങൾ എടുക്കുന്ന ഓരോരോ സാധനത്തിനും ഞങ്ങൾ ഹോമായിട്ടുള്ള നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചിട്ട് വന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മസാലയാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന മസാലയൊന്നുമല്ല, ഇവർ തന്നെ സ്വയം പൊടിച്ചുണ്ടാക്കുന്ന മസാല ചേർത്തിട്ടാണ് ഇവിടുത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് NRIസിനൊക്കെ മിസ്സാവുന്നതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഫുഡാണല്ലേ. അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നവരാണ് ഈ ഗൾഫുകാരെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ വെക്കേഷനൊക്കെ വന്ന് നല്ലൊരു ക്ലൈമറ്റിലിരുന്ന് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇത് കേട്ടോ. 1000 പേര് തൊട്ട് 3000 വരെക്കുള്ള കല്യാണ ഈവൻറ്റുകളും വീട്ടിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങൾക്കും ഞാൻ മറയൂർ ഭാഗത്തായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ എൻ്റെ നമ്പർ അതിലുണ്ടാകും. നിങ്ങൾ വന്ന് വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും. ശരി ഓക്കെ. അപ്പോൾ നമ്പർ നമ്മളിവിടെ കൊടുത്തിരിക്കാം, പുള്ളി വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു ചേട്ടാ. ശരി. നമ്മുടെ ഈ സ്റ്റേക്ക് അടുത്തുള്ള 2 കിടിലൻ സ്പോട്ടുകളാണ് ഞാൻ പരിചയപ്പെടുന്നത്. ദിസ് വൺ എന്ന് പറയുന്നത് കവന്ത എന്ന് പറയുന്ന സ്പോട്ടാണ് കേട്ടോ. ആക്ച്വലി യോബിൻ്റെ പുസ്തകത്തിലൊക്കെ ടോപ്പ് എന്നുള്ളൊരു ഷോട്ടുണ്ട്. 2 മലയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒരു വഴിയും അവിടെ നിന്നുള്ളൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പ്ലേസ് ആണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേ ആണിത്. ആക്ച്വലി ഇത് പഴയ മൂലമറ്റം കോട്ടമല റോഡാണ് കേട്ടോ. ഇതുവഴിയാണ് നമുക്ക് കയറി വരാൻ പറ്റുന്നത്. ഓഫ് റോഡ് വെഹിക്കിൾസ് ഒക്കെ ഉള്ളവർക്ക് ഇതുവഴി ഇങ്ങനെ കയറി വരാൻ പറ്റും. അടിപൊളി സ്പോട്ടാണ്. പ്രത്യേകിച്ച് ഈ മാതിരി ഹെയർ പിൻ ബെൻസൊക്കെ. ഇങ്ങനെ ഒരു റോഡ് നിങ്ങൾ കേരളത്തിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നതല്ലേ. ഇത്രയും ചെറിയ ഒരു നാരോ റോഡ്, അതും ഹെയർ പിൻ ബെൻസൊക്കെ ഉള്ള റോഡ്. ഇത് എവിടെയാണെന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. ആക്ച്വലി ഇത് മൂലമറ്റം കോട്ടമല റോഡാണ്. മൂലമറ്റത്ത് നിന്ന് ഇപ്പോൾ ഉളുപ്പുണ്ണിയിലേക്ക് വരുന്ന റോഡാണിത്. വർഷങ്ങൾക്കൊക്കെ മുന്നേ ഉള്ള റോഡാണ്. ബട്ട് ഇപ്പോഴും കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടില്ല, ഓഫ് റോഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള വെഹിക്കിൾസ് ആണെങ്കിൽ ഇതുവഴി കവർ ചെയ്ത് വരാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റോഡ് കൂടി പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു സ്പോട്ടാണ് ഇത്. ഉളുപ്പുണ്ണി ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയും. അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാസ് ഹിൽസ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടത്തേക്കുള്ള ഒരു ജീപ്പ് സഫാരി മസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എപ്പോൾ വന്നാലും ഈ പുൽമേട്ടിലേക്ക് ഒരു ജീപ്പ് സഫാരി പോകണം. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ഇവിടെ. ഇവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ യോബിൻ്റെ പുസ്തകത്തിലെ സീനൊക്കെ ഓർമ്മയുണ്ടോ? അതായത് ഫഹദ് ഫാസിൽ ഇങ്ങനെ ബുള്ളറ്റൊക്കെ ഓടിക്കുന്ന സീനുകളൊക്കെ കുറേയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. വാഗമണ്ണൊക്കെ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസും കൂടിയാണിത് കേട്ടോ. നമ്മുടെ പ്രോപ്പർട്ടിയിൽ വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 പ്ലേസും നിങ്ങൾക്ക് തൊട്ടടുത്താണ്. എറണാകുളത്ത് നിന്നൊക്കെ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്.
ഒരു വലിയ ഫാമിലി മീറ്റപ്പിന് അതുപോലെ ഒരു കമ്പനി മീറ്റപ്പിനൊക്കെ ഒരു സ്പേസ് അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഇടുക്കി റിസർവോയറിനോട് ചേർന്ന് ഒരു പക്ക നാച്ചുറൽ വാട്ടർഫോളിലൊക്കെ കുളിക്കാൻ പറ്റുന്ന 40-50 പേർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന പ്രകൃതിക്കുള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം. ഈവൻ കൊച്ചു കുട്ടികൾക്ക് പോലും സേഫ് ആയിട്ട് കുളിക്കാൻ പറ്റുന്ന, നീന്തൽ അറിയാത്തവർക്ക് വരെ കുളിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ സ്ട്രീം, ഒരു വാട്ടർഫോൾസ്. ഇതെല്ലാം ഉള്ളത് നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ മൂലമറ്റത്തിനോട് ചേർന്നിട്ടാണ് കേട്ടോ. ഇനി തൃശ്ശൂരിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 120 കിലോമീറ്റർ നമുക്കൊരു 3-4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ട്രിവാൻഡ്രം എല്ലായിടത്തു നിന്നും നമുക്കൊരു 3-4 hours കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡാണ്. അതായത് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്ന നാച്ചുറൽ സ്പൈസസ് ഒക്കെ വെച്ച് അരച്ച് ചേർത്ത മസാലയാണ് കേട്ടോ. കടകളിൽ നിന്നും വാങ്ങുന്ന മസാല അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണെന്ന് പറയാം. പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ ഡ്രിസ്ലിങ്ങും അതുപോലെ തന്നെ കോടയൊക്കെ ഫീൽ ചെയ്യും നിങ്ങൾക്ക് എപ്പോൾ വന്നാലും. അപ്പോൾ ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കുക, ബുക്ക് ചെയ്യുക. ഒരു ഫാമിലി ഗെറ്റ് ടുഗതറോ അതുപോലെ ഒരു കമ്പനി മീറ്റപ്പ് ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്പേസ് ആണിത്. അപ്പൊ എല്ലാ വീഡിയോയിലും പറയല്ലോ പ്രവാസി എന്താണ് ഈ പ്രവാസി എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്കൊക്കെ മുന്നേ നമ്മുടെ നാട്ടിലൊന്നും അധികം പേർക്കും ജോലിയൊന്നും ഇല്ലായിരുന്നു. അന്ന് ഗവൺമെന്റ് ഉദ്യോഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് പ്രൈവറ്റ് കമ്പനികളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഈ ജോലി ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അന്ന് അവർക്ക് ആഹാരം കഴിക്കണം, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങണം, ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഇതിനൊന്നും ഒരു നിവൃത്തി ഇല്ലാതിരുന്ന കാലത്താണ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറാൻ തുടങ്ങിയത്. അതായത് പ്രധാനപ്പെട്ട വിദേശ രാജ്യം എന്ന് പറയുന്നത് അന്ന് ഗൾഫ് കൺട്രീസ് ആണ്. ഗൾഫ് കൺട്രിയിലേക്ക് ആൾക്കാർ ഇവിടുന്ന് ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ അന്ന് ജോലിക്ക് പോകുന്ന സമയത്തെന്ന് പറയുന്നത് ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോൾ നീ വീട്ടിൽ ഒരാളല്ലേ ഉള്ളൂ. എനിക്ക് അന്നെന്ന് പറയുന്നത് ഇപ്പം നീ വീട്ടിലെ മൂത്ത ആളാണെങ്കിൽ ഇളയതായിട്ട് ഒരുപാട് അനിയത്തിമാരൊക്കെ കാണും. അപ്പോൾ അവരെല്ലാം കല്യാണം കഴിച്ചയക്കണം. പിന്നെ അന്നത്തെ കാലത്ത് ആർക്കും വീടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീടെല്ലാം നിർമ്മിക്കണം. അപ്പോൾ ഇതിനായിട്ട് എന്ത് ചെയ്തു, ഈ വീട്ടിലുള്ള കൂടുതലും ആണുങ്ങൾ ഗൾഫ് കൺട്രീസിലേക്ക് പോയി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സിംഗപ്പൂർ, മലേഷ്യ അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോയി. അപ്പോൾ അവരവിടെ പോയത് അവർക്ക് ജീവിക്കാനായിട്ടായിരുന്നില്ല. മെയിനായിട്ട് അവർ ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളിവിടെ നാട്ടിലായിരിക്കുന്നതുകൊണ്ട് എന്താണ്, നീ വളരുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, നിന്നെ സ്കൂളിൽ ചേർക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളെ ട്രിപ്പ് പോകാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ നിൻ്റെ അമ്മയുടെ കൂടെ കറങ്ങാൻ പറ്റുന്നുണ്ട്, അമ്മ വെച്ച് തരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയവരാണ് ശരിക്കും പ്രവാസികളെന്ന് പറയുന്നത്. അതായത് അവരുടെ ഒരു നല്ല ജീവിതം, അതായത് ഒരു 20 വയസ്സിലൊക്കെ ഗൾഫിൽ പോയവർ പിന്നെ ഒരു 50 വയസ്സിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്താ, ഈ മക്കളൊക്കെ വളർന്ന് ജോലിയൊക്കെ കിട്ടി അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വയം ജീവിക്കാൻ മറന്നുപോയവരാണ് പ്രവാസികളെന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് മൊത്തം 3 വഴികളാണ് വരുന്നത് കേട്ടോ. കുട്ടിക്കാനം, മേലപ്പാറ, വാഗമൺ വഴി ഇവിടെ എത്താം. വാഗമൺ ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ ആണ്. ഇനി നമുക്ക് മൂലമറ്റം വഴി ഇവിടെ എത്താം. ഇനി അതുമല്ലെങ്കിൽ നമ്മളിപ്പോൾ വന്ന തൊടുപുഴ, കാഞ്ഞാറ്, പുള്ളിക്കാനം വഴി ഇവിടെ എത്താം. എല്ലാ വെഹിക്കിൾസും കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ട്രാവലർ ആണെങ്കിലും എല്ലാം നമ്മുടെ പ്രോപ്പർട്ടി വരെ വരും കേട്ടോ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി. ഒന്നും പറയണ്ട. ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനും ഇതുപോലത്തെ ഒരു പ്ലേസിൽ വീണ്ടും വന്നു ശബരിയോട് കൂടുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര അടിപൊളി. നമ്മൾ ഇതിന് മുന്നേ തഞ്ചാവൂരൊക്കെ പോയി ചുട്ടു പഴുത്താണ് വന്നത് കേട്ടോ. അങ്ങനെയാണ് നേരെ തല തണുപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ആപ്റ്റ് ടൈമിലാണ് നമ്മൾ വന്നത്. അപ്പം നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഈ പുള്ളിക്കാനം റോഡ് വെച്ച് പിടിച്ചോ. അടിപൊളിയാണ്. അടുത്ത എനിക്ക് വയ്യ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ശരി. എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.